ഹലോ എവരി വൺ. നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോം ടാബിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസേർട്ട് ടാബിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ MS വേർഡ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൽ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇത്രയും ഓപ്ഷൻസ്, ഇത്രയും ഐക്കൺസ് ആണ് ഈ ഒരു ഇൻസേർട്ട് ടാബിൽ ഉള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കവർ പേജിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻസേർട്ട് ടാബിലെ ഫസ്റ്റ് ഓപ്ഷനാണ് കവർ പേജ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് പേജ് സ്റ്റൈലിഷ് ആക്കാൻ നമ്മൾ മാക്സിമം നോക്കും. അപ്പോൾ ഒരു ഫസ്റ്റ് പേജ് സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കവർ പേജ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള കുറേ ഡിസൈൻസ് ഉണ്ട്, കുറേ ഡിസൈൻ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതാണ് കവർ പേജ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇത്രയും ഓപ്ഷൻസ് ആണ് കവർ പേജ് ഡിസൈൻ ടെംപ്ലേറ്റ് ആയിട്ടുള്ളത്. ഇത് നമ്മൾ എന്ത് പ്രൊജക്റ്റാണോ ചെയ്യുന്നത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ സപ്പോസ് ഞാൻ ഇതാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ, നമുക്കിവിടെ എഡിറ്റ് ചെയ്താൽ മതി. ഈ ഡോക്യുമെൻറ്റ് ടൈറ്റിൽ എന്നിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ പേരെന്താണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് എവിടേക്കാണോ എഡിറ്റ് ചെയ്യേണ്ടത് അവിടേക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു കവർ പേജ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കവർ പേജിൽ പോവുക, എന്നിട്ട് റിമൂവ് കറൻറ്റ് കവർ പേജ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ഇൻസേർട്ട് ടാബിലെ അടുത്തൊരു ഓപ്ഷനാണ് ബ്ലാങ്ക് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലാങ്ക് പേജ് ഒരു ബ്ലാങ്ക് പേജ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു പേജ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു പാരഗ്രാഫ് കൊണ്ടുവരികയാണ് ഞാൻ ഈക്വൽ ടു റാൻഡ് അടിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഈ ടു മേക്ക് എന്നതിന് ശേഷം ഒരു പുതിയൊരു പേജ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ആദ്യം കഴ്സർ ഇവിടെ കൊണ്ടുവെക്കുക, എന്നിട്ട് ബ്ലാങ്ക് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കണ്ടോ, ഇത് മേലെ നിന്നിട്ട് ബാക്കിയൊക്കെ ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ താഴെ ആയിട്ടാണ് എന്ത് വരുന്നത്, നമ്മൾ നേരത്തെ കണ്ടൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലാങ്ക് പേജ് എന്ന് പറയുമ്പോൾ ഒരു പുതിയൊരു പേജ് നമ്മൾ ആഡ് ചെയ്യാണ്. ഇനി സപ്പോസ് ഈ ഒരു പേജിലും പാരഗ്രാഫ് ഉണ്ട്. നമുക്ക് ഈ ഒരു പേജിന് കണ്ടോ, ഇത് ഫസ്റ്റ് പേജാണിത്, ഇത് സെക്കൻഡ് പേജ്, ഇത് തേർഡ് പേജ്. നമുക്ക് ഈ സെക്കൻഡ് പേജിനും തേർഡ് പേജിനും ഇടയിൽ ഒരു പുതിയൊരു പേജ് ഇൻസേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യുക. കണ്ടോ, ഒരു പുതിയൊരു പേജ് ഇവിടെ വന്നിട്ടുണ്ട്. പുതിയൊരു പേജ് ഇവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ, അതിന് ശേഷമാണ് ഈ ഒരു മൂന്നാമത്തെ പേജ് വരുന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പുതിയ പേജ്, ബ്ലാങ്ക് പേജ് ഇൻസേർട്ട് ചെയ്യുക. അടുത്തത് പേജ് ബ്രേക്കാണ്. അപ്പോൾ നമുക്ക് എവിടെ മുതലാണോ പേജ് ബ്രേക്ക് വേണ്ടത് അവിടെ നമ്മൾ ഒരു കഴ്സർ കൊണ്ടുവെക്കുക. ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ കൊണ്ടുവെക്കുക, എന്നിട്ട് പേജ് ബ്രേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു കഴ്സർ ഒരു പൊസിഷനിൽ ഉള്ള ഒരു പേജ് ബ്രേക്ക് കൊടുത്താൽ, ഒരു പൊസിഷനിൽ ഒരു പേജ് ബ്രേക്ക് കൊടുത്താൽ നെക്സ്റ്റ് മുതലുള്ള കണ്ടൻസ് ഒക്കെ അടുത്ത പേജിലോട്ട് എന്താക്കും, ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഭാഗങ്ങൾ നിന്നിട്ട് അടുത്ത കണ്ടൻസ് എന്താകും, ബാക്കിയുള്ള കണ്ടൻസ് അടുത്ത പേജിലോട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വേർഡിൽ ഒരു ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കുന്നത്. അതിന് ഇൻസേർട്ടിലെ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് പല രീതിയിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് രീതിയാണ് ഇത്. കണ്ടോ, ഇവിടെ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ടേബിൾ ഫോർമാറ്റ് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് എത്ര റോസ് ആണോ വേണ്ടത്, എത്ര കോളംസ് ആണോ വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 4 റോസും 3 കോളംസുമാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, നമ്മളത് സെലക്ട് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ അത്രയും കോളംസും അത്രയും റോസും ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇൻസേർട്ടിൽ ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ ഈ ഒരു ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഫോർമാറ്റിലൂടെ നമ്മളിങ്ങനെ കഴ്സർ മൂവ് ചെയ്യുന്ന സമയത്ത് അത്രയും റോസും കോളംസും ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. അടുത്തൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ടേബിളിൽ പോവുക, എന്നിട്ട് അതിൽ ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. കണ്ടോ, അതിൽ നമ്മൾ ചോദിക്കും എത്ര നമ്പർ ഓഫ് കോളംസ് വേണം, നമ്പർ ഓഫ് റോസ് എത്രയാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എത്ര റോസാണോ എത്ര കോളംസ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. സപ്പോസ് എനിക്ക് ഒരു 3 കോളംസും 3 റോസും ആണ് വേണ്ടത്. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 റോസും 3 കോളംസും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണിത്. ഇൻസേർട്ടിൽ പോവുക, എന്നിട്ട് ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡയലോഗ് ബോക്സ് ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അതിൽ നമുക്ക് എത്ര കോളംസ് ആണോ എത്ര റോസ് ആണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു രീതി എന്ന് പറയുന്നത് ഡ്രോ ടേബിളാണ്. നമ്മൾ ടേബിൾ ഡ്രോ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൗസ് പോയിൻ്റർ ഒരു പെൻസിൽ രൂപത്തിലാവും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് എത്ര കോളംസ് വേണോ അതിനനുസരിച്ച് ഇത് ഡ്രോ ചെയ്ത് കൊടുത്താൽ മതി.
കണ്ടില്ലേ, ഇങ്ങനെ റോസും നമുക്ക് എന്താക്കാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ ടേബിൾ ഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഓരോ സെല്ലിനും വീണ്ടും ഡിവൈഡൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് അടുത്ത മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് ഡ്രോ ടേബിൾ എന്ന് പറയുന്നത്. അടുത്തൊരു മെത്തേഡാണ് എക്സൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എക്സൽ വിൻഡോയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സൽ ഷീറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വരും. ഇവിടെ ഒരു ഡാർക്ക് പോയിന്റ് ഉണ്ടായിരിക്കും. അവിടെ നിന്ന് ഇതിങ്ങനെ നമുക്ക് എത്ര കോളംസ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ 3 കോളംസ് ആണുള്ളത്. നമുക്കിനി എത്ര റോസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് മേലോട്ട് ഡ്രാഗ് ചെയ്യാം. കണ്ടോ, ഇവിടെ നമ്മൾ 3 കോളവും 2 റോസും ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ വിൻഡോയുടെ പുറത്ത് വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ എന്താക്കാൻ പറ്റും, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നാലാമത്തെ മെത്തേഡാണ് എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള റോസ് ആൻഡ് കോളംസ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് ക്യുക്ക് ടേബിളാണ്. ടേബിളിൽ പോവുക, അതിൽ ക്യുക്ക് ടേബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒത്തിരി ഡിസൈൻ ഫോർമാറ്റ്സ് ഉണ്ട്. അത് നമുക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്താൽ മതി. സപ്പോസ് ഇതാണ് വേണ്ടതുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ടേബിൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വരും. എന്നിട്ട് നമുക്ക് ഇത് എഡിറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള പോലെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും രീതിയിലാണ് നമുക്ക് ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നിട്ടുള്ള ഡിസൈൻ ഫോർമാറ്റ് വെച്ചിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരും. അതിൽ നമ്മൾ എത്ര റോസ് ആണോ എത്ര കോളംസ് ആണോ വേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഓക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അടുത്തത് ഡ്രോ ടേബിളാണ്. പിന്നെ അതിന് ശേഷമുള്ളതാണ് എക്സൽ സ്പ്രെഡ്ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് ടേബിൾ ക്രിയേറ്റ് ചെയ്ത ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് ആ ഒരു ടേബിളിന് വരുത്താൻ എന്നുള്ള ഓപ്ഷൻസാണ് നോക്കുന്നത്. നമുക്ക് ആ ടേബിളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, എന്തൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് നമ്മളൊരു ടേബിൾ ഇവിടെ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ 4 കോളംസും 3 റോസും ഉള്ള ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് കണ്ടോ, ഇവിടെ ഒരു ടേബിൾ ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി വരുന്നതാണ്. അതായത് ഈ ഒരു ടേബിളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഒരു ടേബിൾ ടൂൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വരുള്ളൂ. ടേബിളിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്താൽ ആ ടേബിൾ ടൂൾസ് അവിടെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടേബിളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ടേബിളിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്, ഡിസൈൻ ആൻഡ് ലേഔട്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളിതിൽ ലേഔട്ട് എന്ന് പറയുന്ന മെയിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ കുറച്ച് വാല്യൂസ് കൊടുക്കുക ചെയ്യും. നമ്മൾ ഇത്രയും വാല്യൂസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രയും വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഈ ഒരു ലേഔട്ട് എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ സബ് ടാബ് ആയിട്ടുള്ളതാണ് റോസ് ആൻഡ് കോളംസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഈ ഒരു അനു എന്ന് പറയുന്ന ഈ റോയിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു പുതിയ റോ എനിക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൗസ് പോയിൻ്റർ ഇവിടെ കേഴ്സർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ഇൻസേർട്ട് എബോവ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ, ആ ഒരു റോയിൻ്റെ മുകളിൽ പുതിയൊരു റോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി സപ്പോസ് ഈ ഒരു റോയിൻ്റെ താഴെയായിട്ടാണ് ഒരു പുതിയ റോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ബിലോ എന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇങ്ങനെ അതിൻ്റെ താഴെയായിട്ടൊരു റോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഇപ്പോൾ റോസ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് കോളംസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നെയിം ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയിലൊരു കോളം വരണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ മൗസ് പോയിൻ്റർ എവിടെയാണോ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്കൊരു കോളം ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ലെഫ്റ്റ് കൊടുക്കുക. കണ്ടില്ലേ, മൗസ് പോയിൻ്റർ എവിടെയാണോ അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇനി ഇവിടെ വെക്കുന്ന സമയത്ത് അതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് ഒരു കോളം വരേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇൻസേർട്ട് റൈറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റോസും കോളംസും ഒക്കെ നമ്മുടെ ടേബിളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ആവശ്യമില്ലാത്ത റോസും കോളംസും എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കുന്നത്. സപ്പോസ് എനിക്ക് ഈ ഒരു റോ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് റോസ് എന്ന് കൊടുക്കുക. കണ്ടില്ലേ, ആ റോ അവിടെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഈ ഒരു റോ കൂടെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യും, മൗസ് പോയിൻ്റർ അവിടെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ഡിലീറ്റ് റോസ് കൊടുക്കുക.
ഓക്കെ, എനിക്ക് ഈ ഒരു കോളാണ് വേണ്ടാത്തതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിൽ പോവുക, ഡിലീറ്റ് കോളംസ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ടാബിളാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ടാബിൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് റോസും കോളംസും ഇൻസേർട്ട് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അടുത്തത് മെർജ് സെൽസ് ആണ്. മെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റ സെല്ലാക്കി മാറ്റുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് ഒരു റോ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് അപ്പോൾ ഓക്കെ, അപ്പോൾ ഒരു മെയിൻ ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റ സെല്ലാക്കിയൊക്കെ മാറ്റലുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് മെർജാണ് ചെയ്യൽ. നമുക്ക് ഈ ഒരു റോനെയാണ് മെർജ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്രയും ഇത് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു റോ സെലക്ട് ചെയ്തിട്ട് മെർജ് സെൽസ് എന്ന് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇത് ഒറ്റ സെല്ലായിട്ട് മാറും. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ഹെഡിങ് ഒക്കെ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അടുത്തതാണ് സ്പ്ലിറ്റ് സെൽസ്. നമുക്ക് ഈ ഒരൊറ്റ സെല്ലിനെ കുറേ കോളംസ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ സ്പ്ലിറ്റ് സെൽസ് യൂസ് ചെയ്യുന്നത്. ഈ സ്പ്ലിറ്റ് സെൽസ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നമ്മൾ ചോദിക്കും നമുക്ക് എത്ര കോളംസ് ആയിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, ഈ ഒരു റോവിനെ എത്ര കോളംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. നമുക്ക് സപ്പോസ് ഒരു 5 കൊടുത്ത് നോക്കാം, എന്നിട്ട് ഓക്കെ അടിക്കാം. അപ്പോൾ കണ്ടോ, ആ ഒരു റോവിനെ 5 സെൽസായിട്ട് ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഒരു ബിഗ് ടേബിളൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ആ ടേബിളിനെ 2 ടേബിളായിട്ട് മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. എനിക്കിനി ഈ അനു മുതലുള്ളതൊക്കെ അടുത്ത ടേബിളിലോട്ടാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കേഴ്സർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക, എന്നിട്ട് സ്പ്ലിറ്റ് ടേബിൾ കൊടുക്കുക. കണ്ടില്ലേ? അനു എന്നതിന് ശേഷമുള്ളതൊക്കെ അടുത്ത ടേബിളിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ടേബിളിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഈ ടേബിൾ ടൂൾസ് ഇവിടെ കാണിക്കുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് ഓട്ടോ ഫിറ്റ് ആണ്. ഓട്ടോ ഫിറ്റ് കണ്ടൻസ് ഉണ്ട്, ഓട്ടോ ഫിറ്റ് വിൻഡോസ് ഉണ്ട്. സപ്പോസ് നമ്മൾ ആദ്യം ഈ ഒരു ടേബിളാണ് സെലക്ട് ചെയ്ത് നോക്കാം. ഇതൊന്ന് ഒഴിവാക്കട്ടെ. ഈ ഒരു ടേബിളിൽ നമ്മൾ ഓട്ടോ ഫിറ്റ് കണ്ടൻസ് കൊടുക്കുന്ന സമയത്ത് ആ കണ്ടൻസിൻ്റെ സ്പേസിൽ അത് എന്താകും, അഡ്ജസ്റ്റ് ചെയ്ത് വരാണ് ചെയ്യുന്നത്. അതായത് എത്ര ഉണ്ടോ കണ്ടൻസ് ആ ഒരു സ്പേസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ടേബിൾ ഉണ്ടാവും, ചെറുതായിട്ട് മാറും. സപ്പോസ് ഈ ഒരു ടേബിൾ നമ്മൾ ഔട്ട് ഓഫ് ഫിറ്റ് കണ്ടൻസ് എന്ന് കൊടുക്കുകയാണ്. കണ്ടില്ലേ? ആ ഒരു കണ്ടൻറ്റിൻ്റെ സ്പേസിലാണ് ഇത് അഡ്ജസ്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് ഓട്ടോ ഫിറ്റ് വിൻഡോ ആണ്. ഈ ഓട്ടോ ഫിറ്റ് വിൻഡോ എന്ന് പറഞ്ഞാൽ ആ ഒരു പേജിൻ്റെ ആ ഒരു വിഡ്ത്തിലാണ് ഈ ഒരു ടേബിൾ പിന്നെ വരിക. ഓട്ടോ ഫിറ്റ് വിൻഡോ കണ്ടില്ലേ? ആ ഒരു പേജിൻ്റെ ആ വിഡ്ത്തിലാണ് ഈ ഒരു ടേബിൾ വന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു ഓപ്ഷനാണ് ഹൈറ്റ് വിഡ്ത്ത്. നമുക്ക് ഒരു റോവിൻ്റെ ഹൈറ്റ് എന്താക്കാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു റോവിൻ്റെ ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ കേഴ്സർ കൊണ്ടുവന്ന് വെക്കുക, എന്നിട്ട് അതിലെ ഇൻക്രീസ് ചെയ്യാം. നമുക്ക് ഇത് ഹൈറ്റ് ഡിക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അങ്ങനെ റോയുടെ ഹൈറ്റ് നമുക്ക് കൂട്ടാനും കുറക്കാനും പറ്റും. അതുപോലെ കോളത്തിൻ്റെ വിഡ്ത്തും നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. ഇവിടെ കണ്ടോ, ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ ഒരു റോൻ്റെ ആ ഒരു കോളത്തിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാം. ഇനി ഡിക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്തത് ഡിസ്ട്രിബ്യൂട്ട് റോസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് കോളംസ് ആണ്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ട് റോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേബിളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ടേബിളിൽ എത്ര റോസ് ഉണ്ടോ അത്രയും റോ സൈസ് എന്താക്കാണ്, ഈക്വലൈസ് ചെയ്യാൻ ചെയ്യുന്നത്. എല്ലാ റോക്കും ഈക്വൽ സൈസ് ആയിരിക്കും, ഈക്വൽ ഹൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് ചെയ്ത് നോക്കാം. ഡിസ്ട്രിബ്യൂട്ട് റോസ് എന്ന് കൊടുത്തു, കണ്ടില്ലേ? എല്ലാ റോസിൻ്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് റോസ് കൊടുത്താൽ. ഈ ഡിസ്ട്രിബ്യൂട്ട് കോളംസ് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ കോളത്തിൻ്റെയും വിഡ്ത്ത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഡിസ്ട്രിബ്യൂട്ട് കോളംസ് കണ്ടില്ലേ? എല്ലാതും ഈക്വൽ വിഡ്ത്തിലായിട്ടാണ് വന്നിട്ടുള്ളത്. അടുത്തത് അലൈൻമെൻ്റ് ആണ്. അലൈൻമെൻറ്റ് നമുക്കറിയാം, നമുക്ക് സെൻറ്ററിലോട്ട് വേണമെങ്കിൽ ടെക്സ്റ്റിനെ മാറ്റാം, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് മാറ്റാം, റൈറ്റിലോട്ട് മാറ്റാം, ടോപ്പിലോട്ട് മാറ്റാം, ബോട്ടത്തിലോട്ട് മാറ്റാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് കണ്ടോ, സെൻറ്ററിലായി. ഇത് ഒന്നുകൂടെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യട്ടെ. ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് ബോട്ടത്തിലാണ് കിടക്കുന്നത്, അതായത് ബോട്ടം സെൻറ്ററിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇത് കൊടുത്താൽ ബോട്ടം ലെഫ്റ്റ് ആണ്, ഇത് ബോട്ടം റൈറ്റ് ആണ്. അതുപോലെ ഇത് സെൻറ്ററിലാണ് കിടക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക, റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. ഇത് ടോപ്പ് സെൻറ്ററാണ്, ടോപ്പ് സെൻറ്റർ, ടോപ്പ് ലെഫ്റ്റ്, ടോപ്പ് റൈറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എങ്ങനെയാണോ അലൈൻമെൻറ്റ് വരേണ്ടത് അതിനനുസരിച്ച് കൊടുത്താൽ മതി. അടുത്തത് ടെക്സ്റ്റ് ഡയറക്ഷൻ ആണ്. സപ്പോസ് ഒരു കോളം ഇൻസേർട്ട് ചെയ്യാണ്, ഇൻസേർട്ട് ലെഫ്റ്റ്. ഇവിടെ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കാം. ഒക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനാണ് ടെക്സ്റ്റ് ഡയറക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്.
അടുത്തതാണ് കൺവേർട്ട് ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. കൺവേർട്ട് ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ടാബിലുള്ള ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ടാബിലുള്ള എല്ലാതും ആ ടാബിളിനെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ടാബിളിനെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ കൺവേർട്ട് ടു ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ആ ടാബിൾ നമുക്കിവിടെ ആ ടാബിൾ സെലക്ട് ചെയ്ത ശേഷം കൺവേർട്ട് ടു ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിൽ ടാബ്സ് ആണ് വേണമെങ്കിൽ അത് കൊടുക്കുക, ഓക്കെ അടിക്കാം. കണ്ടോ, ഇത് ഒരു ഇങ്ങനെ സ്പേസ് വന്നിട്ട് ടാബ് സ്പേസിൻ്റെ ഇതിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ വീണ്ടും ടാബിളാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടാബിളാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് പോവുക, ടാബിളിൽ പോവുക, എന്നിട്ട് കൺവേർട്ട് ടു ടെക്സ്റ്റ്, സോറി അതിന് മുന്നേ അതൊന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക, ടാബിളിൽ പോവുക, കൺവേർട്ട് ടു ടെക്സ്റ്റ് ടു ടാബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചോദിക്കും എത്ര നമ്പർ ഓഫ് കോളംസ് ആണ് ആക്കേണ്ടത് എന്നുള്ളത്. എന്നിട്ട് അത് ഓക്കെ അടിക്കുക. കണ്ടില്ലേ, ഇങ്ങനെ വന്നു. സോർട്ടിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്തത്. സോർട്ട് എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മളതിലുള്ള കണ്ടൻസിനെ സോർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു 3 ഓപ്ഷൻസ് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ സോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോർട്ട് ഡിസെൻഡിങ് എന്ന് കൊടുക്കുക, ഓക്കെ. കണ്ടില്ലേ, ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ആയിട്ടുണ്ട്. അതുപോലെ ഇനി നേരെ അസെൻഡിങ് എന്ന് കൊടുത്താൽ അസെൻഡിങ് ഓർഡറിലായിരിക്കും ഇത് സോർട്ട് ചെയ്ത് വരിക. ഇങ്ങനെയാണ് സോർട്ടിങ് നടക്കുന്നത്. അടുത്തത് ടാബിൾ ടൂൾസിലെ ലേഔട്ടിലുള്ള ഫോർമുല എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടാബിൾ ടൂൾസിൽ ഫോർമുലയും അവൈലബിൾ ആണ്. സപ്പോസ് നമുക്കൊരു മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും എംപ്ലോയി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്ന സമയത്തോ നമുക്ക് ഈ ടാബിളിനുള്ളിൽ എന്തെങ്കിലും ഫോർമുല യൂസ് ചെയ്യേണ്ടി വന്നാലാണ് നമ്മൾ ഈ ഒരു ഫോർമുല എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഇങ്ങനൊരു ടാബിളുണ്ട്, ഇതിൽ നമുക്ക് ഈ മാർക്കിൻ്റെ സമ്മ കാണുമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കേഴ്സർ കൊണ്ട് നോക്കാം. എന്നിട്ട് ഫോർമുല എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ ഉണ്ടായിരിക്കും ഈക്വൽ ടു സം ഓഫ് എബോവ്. ഇതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ഇവിടെ വേണമെങ്കിൽ സമ്മിന് പകരം നമുക്ക് ഏതും യൂസ് ചെയ്യാം. ഇവിടെ കണ്ടോ, ആവറേജ് കാണാം, കൗണ്ട്, ഡിഫൈൻ, ഫോൾസ്, ഇഫ് നമുക്ക് ഏതാണോ വേണ്ടത് അത് യൂസ് ചെയ്യാം. സപ്പോസ് സം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സമ്മ് ഇങ്ങനെ വരും. ഇവിടെ എബോവ് എന്ന് വരാൻ കാരണം ഈ കേഴ്സർ വെച്ചിട്ടുള്ള പൊസിഷൻ്റെ മുകളിലോട്ടുള്ള നമ്പേഴ്സാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എബോവ് എന്ന് വന്നിട്ടുള്ളത്. എന്നിട്ട് ഓക്കെ അടിക്കുന്ന സമയത്ത് അതിൻ്റെ സം ഇവിടെ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫോർമുല എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ലേഔട്ടിലുള്ള അടുത്ത ഓപ്ഷനാണ് റിപ്പീറ്റ് ഹെഡർ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പീറ്റ് ഹെഡർ റോസ് യൂസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ടാബ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ടാബിളിൻ്റെ എക്സ്റ്റൻഷൻ ആ ഒരു പേജിൽ മാത്രം നിൽക്കാതെ ബാക്കിയുള്ള ഒരുപാട് 4-5 പേജിലോട്ട് നെക്സ്റ്റ് പേജിലോട്ടും കൂടി വരുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു റിപ്പീറ്റ് ഹെഡർ റോസ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ടേബിളിൽ കൊടുക്കേണ്ട കണ്ടൻസ് ഒരു 100-200 പേജുകളിലെ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു 100 അല്ലെങ്കിൽ 200 പേജിൽ ആ ഒരു ടാബിളിൻ്റെ നെയിം എന്താവണം, ഹെഡിങ് എന്തായിരിക്കണം വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പൊതുവേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഫസ്റ്റത്തെ ടാബിളിലുള്ള ആ ഫസ്റ്റ് പേജിലുള്ള ഹെഡിങ് എന്താക്കും, സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ ടേബിളിലും എന്താക്കും എന്ത് ചെയ്യും, പേസ്റ്റ് ചെയ്യും. ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യും, പിന്നെ വീണ്ടും താഴോട്ട് പോയിട്ട് അവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് പേജസ് ഉണ്ടെങ്കിൽ ഈ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റ് ഹെഡർ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു മൗസ് പോയിൻ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിപ്പീറ്റ് ഹെഡർ റോസ് ഇവിടെ ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ നമ്മളിത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഹെഡിങ് എന്താണോ അതെന്നായിരിക്കും നെക്സ്റ്റ് പേജിലെ ഈ ടേബിളിലോട്ടൊക്കെ വരുന്നത്. ഓക്കെ, എന്താ നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ഇയർ, ഇങ്ങനെ എത്ര ടാബ്ലറ്റ്സ് ഉണ്ടോ, എത്ര പേജുകളിലുണ്ടോ അത്രയും പേജിൽ ഈ ഒരു ഹെഡിങ് പേസ്റ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടാബിളിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പേജുകളിലോട്ട് വരികയാണെങ്കിൽ ആ ടാബിളിലെ ഹെഡിങ് നെക്സ്റ്റ് എത്ര പേജ് ഉണ്ടോ അത്രയും പേജിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് യൂസ് ചെയ്യുന്നത്, റിപ്പീറ്റ് ഹെഡർ റോസ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ടാബിൾ ടൂൾസിൽ ലേഔട്ടിൽ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടാബിൾ ടൂൾസിലെ ലേഔട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ടാബിൾ ടൂൾസിലെ ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ടാബിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ടാബിൾ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഏത് സ്റ്റൈലിലുള്ള ടാബിളാണ് വേണ്ടത് അത് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതാണെങ്കിൽ ഇത് കൊടുക്കാം, ഉണ്ടെങ്കിൽ ഇങ്ങനെ വരും. അങ്ങനെ നമുക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ കുറച്ച് വാല്യൂസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. കണ്ടില്ല, നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇനി പഴയ പോലെ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് സെലക്ട് ചെയ്താൽ മതി.
അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽസ് കൊടുക്കാൻ പറ്റും ഈ ഒരു ടാബിളിന്. ഇവിടെ ബൗണ്ടഡ് റോസ് ഉണ്ട്, നമുക്ക് ഈ റോസിനെ ബാൻഡ് റോസ് ഉണ്ട്, നമുക്ക് ഈ റോസിനെ ബാൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ, ഇവിടെ ഹൈലൈറ്റ് ചെയ്തൊക്കെ പോയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും പഴയ പോലെ ആയിരിക്കും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കോളത്തിന് നമുക്ക് ബാൻ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ബാൻഡ് കോളംസ്. നമുക്ക് ഫസ്റ്റ് കോളത്തിൽ ഈ ഒരു ഹൈലൈറ്റ് ചെയ്തത് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. അതുപോലെ ഹെഡർ റോയിൽ എനിക്ക് മാറ്റം വരുത്തണമെങ്കിൽ ഇത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. നമുക്ക് ഈ ഒരു ഓപ്ഷൻ വേണ്ട, സ്റ്റൈൽ ചെയ്തത് വേണ്ടാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ടാബിളിൽ പോകാം. നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഈ ഒരു ടാബിളിനെ ഭംഗിയാക്കണം, സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയ്ഡിങ്ങിൽ പോവുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇത്രയും റോസിന് ഈ ഒരു കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യും. കണ്ടില്ലേ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളർ എന്താക്കാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി കളറൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നോ കളർ കൊടുത്താൽ മതി. നമുക്ക് എത്രയാണോ ഏതൊക്കെ സെല്ലിനാണോ വേണ്ടത് അത്രയും സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് നോ കളർ കൊടുത്താൽ ആ കളർ പോകും, വേറെ ഏതെങ്കിലും കളർ കൊടുത്താൽ അതായിരിക്കും വരിക. നമുക്ക് ഈ ഒറ്റ സെല്ലിന് മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുക, ഷെയ്ഡിങ്ങിൽ പോവുക, നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അടുത്ത് ടേബിൾ ബോർഡേഴ്സ് ആണ്. നമുക്ക് പല ടൈപ്പിലുള്ള ബോർഡേഴ്സ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ഡബിൾ ബോർഡേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ തന്നെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. നമുക്ക് ഏത് ബോർഡറാണ് വേണ്ടത് അത് ചൂസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് എന്താക്കി കൊടുക്കുക, ഡ്രോ ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തിക്നെസ്സും കൂട്ടാം. ഈ ഒരു ലൈൻസിൻ്റെ തിക്നെസ് എന്താക്കാൻ പറ്റും, നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ട് നമ്മൾ ഈ ഒരു ബോർഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇനിയും ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ബോർഡറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇവിടുന്ന് നമുക്ക് ഡ്രാഗ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിൽ ഇങ്ങനെ വരും. നമുക്ക് ഇതിൻ്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ബോർഡർ സ്റ്റൈലിൻ്റെ തിക്നെസ് ഇത്ര വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഡ്രോ ചെയ്യാം. കണ്ടില്ലേ, ഇങ്ങനെ കൊടുക്കാം. അതുപോലെ പെൻ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് പെൻ കളർ ഒരു ബ്ലൂ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബ്ലൂ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ ബോർഡേഴ്സ് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സെല്ലുകളിൽ ഇഷ്ടപ്പെട്ട കളേഴ്സ് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ഓരോ ബോർഡറിൻ്റെയും തിക്നെസ് വേണ്ടെങ്കിൽ പറ്റി ചെറുതാക്കിയ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി അതിൻ്റെ ബോർഡർ കൊടുക്കുന്ന ആ ഒരു ലൈൻസിൻ്റെ കളർ നമുക്ക് എന്താക്കാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ടേബിൾ ടൂൾസിലെ ഡിസൈനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ഇൻസേർട്ടിലെ ടാബിളിനെ കുറിച്ച് പഠിച്ചു. ആ ടാബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടാബിൾ ടൂൾസ് ഇവിടെ ഓപ്പൺ ചെയ്ത് വരും. അതിലുള്ള ഡിസൈൻ, ലേഔട്ട് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്.